Hi friends, welcome to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി ഒരു ഫെസ്റ്റീവ് കോക്കനട്ട് സ്വീറ്റ് ആണ്. വെറും 2 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയ ഒരു കിടിലൻ സ്വീറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്വീറ്റ് 4 വിധത്തിലാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് തയ്യാറാക്കിയിട്ട് നല്ല കളർഫുൾ ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പാർട്ടിയിലൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ നല്ല എളുപ്പമാവും തയ്യാറാക്കാൻ. വെറും 2 ചേരുവകൾ മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഫെസ്റ്റീവ് കോക്കനട്ട് സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ സ്വീറ്റ് തയ്യാറാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട 2 ചേരുവകളാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ. ഇതിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലായിടത്തും കിട്ടുന്നുണ്ട്. തേങ്ങാപ്പൊടി, തേങ്ങാപ്പീര എന്ന പല പേരിലും അറിയപ്പെടുന്നതാണ്. പിന്നെ ഇത് കണ്ടൻസ്ഡ് മിൽക്ക്, ഏത് കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്യാം. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ, തേങ്ങാപ്പീര, തേങ്ങാപ്പൊടി എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പേരിലാണോ അറിയുന്നത് അത് ചേർത്ത് കൊടുക്കാം. 3 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റിനായിട്ട്. അപ്പോൾ തേങ്ങാപ്പീര ഇതുപോലെ ഇരിക്കും. നമ്മൾ സാധാ തേങ്ങ കൊണ്ട് തയ്യാറാക്കാൻ പറ്റില്ല. ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള തേങ്ങാപ്പീര കൊണ്ടാണ് തയ്യാറാക്കേണ്ടത് ഈ ഒരു സ്വീറ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് 1 ക്യാന് വേണം. 3 കപ്പ് തേങ്ങാപ്പൊടിയിലേക്ക് 1 ക്യാന് ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്കൊരു മാവിൻ്റെ ഒരു പരുവമായി കിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഒരു ക്യാന് മൊത്തത്തിൽ ചേർത്ത് കൊടുത്ത ശേഷം അതൊരു ക്രീമി ആയി പോയാൽ പിന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാവ് പരുവത്തിലായി കിട്ടുന്നത് വരെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. നല്ല പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ വരുമ്പോൾ ഈ തേങ്ങാപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായിട്ട് കമ്പൈൻ ആയി കിട്ടുള്ളൂ. പിന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ബോൾ ആക്കി നോക്കാം. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾ ആയി കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഇതിപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ബോൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് അല്പം കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ മാവിൻ്റെ പരുവായി കിട്ടുന്നത് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തു കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 3 കപ്പ് തേങ്ങാപ്പൊടിയിലേക്ക് നമ്മൾക്ക് 1 ക്യാന് കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ബോൾ ആക്കി ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടുവാണെങ്കിൽ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 10 മിനിറ്റ് നമ്മൾ ഈ ഒരു മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഷേപ്പ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഉടനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കയ്യിലൊക്കെ ആകെപ്പാടെ നമ്മൾ ഒട്ടിപ്പിടിക്കും. കണ്ടൻസ്ഡ് മിൽക്ക് ഉള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അല്പം നേരം ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു മാവിൻ്റെ പരുവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾക്കിതൊരു 3-4 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ പല കളേഴ്സും ആക്കി എടുക്കുന്നുണ്ടല്ലോ ഈ ഒരു സ്വീറ്റ്. അപ്പം ഞാനിപ്പോൾ 3 സെപ്പറേറ്റ് മാവായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്മൂത്തൻ ആക്കി കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. വല്ലാണ്ട് സ്റ്റിക്കി ഒന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് അതിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ളത് കവർ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാവ് തുറന്ന് വെക്കരുത്, അങ്ങനെ വരുമ്പോൾ ഡ്രൈ ആയി പോവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പോർഷൻ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓറിയോ പൗഡറാണ്. ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ആ ക്രീമോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ആ പൊടിച്ചെടുത്ത ഈ പൊടിയാണ് ഇപ്പോൾ ഇത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവ് ഒരുപാടുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അല്പമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മതി ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നാലേ എല്ലായിടത്തും ഓറിയോ ആയി കിട്ടുള്ളൂ. എന്നാലേ നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റി കളർ ആയി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ഓറിയോയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓറിയോ പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്ടെല്ല ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ന്യൂട്ടെല്ല ചേർക്കുമ്പോൾ ഒരു 1-2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വേറൊരു മാവ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് റോസ് മിൽക്കിൻ്റെ എസെൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പിങ്ക് കളറാണ് ഈ ഒരു എസെൻസ്. ഞാൻ 1-2 ഡ്രോപ്സ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ടേസ്റ്റിൽ വല്ലാണ്ട് ചേഞ്ച് വരും.
അപ്പോൾ 1-2 ഡ്രോപ്സ് മാത്രം ചേർക്കുക. ഇനി കളറാണെങ്കിൽ പിങ്ക് കളറാണെങ്കിൽ അതും 1-2 ഡ്രോപ്സ് മാത്രം, അതിൽ കൂടുതൽ ആവരുത് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല പിങ്ക് കളർ എല്ലായിടത്തും മാവിൽ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ പിങ്ക് കളറുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് മാറ്റി വെക്കാം. ഈ മാറ്റി വെക്കുന്നതൊക്കെ നിങ്ങൾ കവർ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, തുറന്ന് വെക്കരുത്. ഇനി അടുത്ത മാവ് എടുത്തിട്ട് അതിലേക്ക് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഞാൻ പറയുന്ന പോലെ തന്നെ 1-2 ഡ്രോപ്സ് മാത്രം ചേർക്കുക, കൂടുതലാവരുത്. പിസ്ത കളർ ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ കളർ വേറെ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് വന്നാലും നിങ്ങൾ അധികം ചേർത്ത് കൊടുക്കരുത് കളർ, അപ്പം ടേസ്റ്റിൽ വല്ലാണ്ട് ചേഞ്ച് വരും. ഇനിയിപ്പോൾ ഇതിന് പകരം ജാമും ചേർത്ത് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ഫ്രൂട്ട് ജാംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കളർ കിട്ടുമല്ലോ, അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും ആ ഒരു സ്വീറ്റിൽ. ഒരുപാട് ചേർക്കരുത്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മാവിൻ്റെ പരുവായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഈ ഒരു ഗ്രീൻ കളർ നമ്മളുടെ ഈ ഒരു മാവിൽ മൊത്തത്തിലാവുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പിസ്ത ഫ്ലേവേർഡ് കോക്കനട്ട് സ്വീറ്റിൻ്റെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാവുകളൊക്കെ ഇപ്പോൾ റെഡിയായി. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ 4 കളേർഡ് സ്വീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള കോക്കനട്ട് സ്വീറ്റ്, പിന്നെ പിസ്ത, അതുപോലെ റോസ് മിൽക്ക്, അതുപോലെ ഓറിയോ ഫ്ലേവേർഡ് സ്വീറ്റ്സ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള കോക്കനട്ട് സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ മഫിൻ കപ്സ് ചെറുത് എടുത്തിട്ടുണ്ട്, ഒരു സ്വീറ്റ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ ഈ മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക, കൈകൊണ്ട് നന്നായിട്ട് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോക്കനട്ട് പൗഡറിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്നോബോൾ ലുക്കാവും. അപ്പോൾ ഈ ഒരു സ്വീറ്റിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വീറ്റാണിത്. ഇതിന് സ്നോബോൾ സ്വീറ്റ്, അതുപോലെ റാഫെല്ലോ കാൻഡി, കോക്കനട്ട് ബോൾസ്, കോക്കനട്ട് ട്രഫിൾസ്, അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ സംഭവം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കോമൺ റെസിപ്പിയാണ്. പിന്നെ ഈ ഒരു സെയിം സ്വീറ്റിന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബദാം വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ റാഫെല്ലോ കഴിക്കുന്നൊക്കെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു സ്വീറ്റ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പല ഷേപ്സിലാണ് ഞാനിപ്പോൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബോൾ ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള കളർഡ് മാവ് ഇതുപോലെ റോൾ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം വേറെ വേറെ ഷേപ്സ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ സിമ്പിൾ കോക്കനട്ട് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. കളേഴ്സ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാത്ത സ്വീറ്റാണ്. കോക്കനട്ട് ലഡു അല്ലെങ്കിൽ റാഫെല്ലോ കാൻഡി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത കളർ എടുക്കാം. അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി വേണം ഇതിലേക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് സിലിക്കൺ മോൾഡിലാണ് ഞാനിപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലവർ മോൾഡിലാണ് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നോക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സിൽക്കൺ മോൾഡ് ഇല്ല എന്നാണെങ്കിൽ ഏതെങ്കിലും മോൾഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്കത് ബോൾ ആക്കിയിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് ആക്കി ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മോൾഡ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഈ ഒരു മോൾഡിനകത്ത് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്തു മാറ്റാം, അതൊന്നും കുഴപ്പമില്ല. അല്പം നേരം വെക്കണം എന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ, എപ്പോഴേ ആ ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് നമ്മളുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ടും ചെയ്തെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും ഈ ഒരു കോക്കനട്ട് പൗഡറിൽ നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളിപ്പോൾ സിലിക്കൺ മോൾഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ 1-2 ഒക്കെ കുഴപ്പമില്ലാതെ നമുക്ക് എടുക്കാം. മൂന്നാമത്തൊക്കെ വരുമ്പോൾ അതിനകത്ത് സിലിക്കൺ മോൾഡിനകത്ത് ഒന്ന് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ടവലോ കൊണ്ടൊന്ന് തുടച്ച ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്റ്റിക്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഗ്രീൻ കളേർഡ് അല്ലെങ്കിൽ പിസ്ത ഫ്ലേവേർഡ് കോക്കനട്ട് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് വേറെ ഒരു ട്രേയിലേക്ക് മാറ്റാം.
ഇനി നമ്മൾക്ക് അടുത്തത് ഓറിയോ ഫ്ലേവേർഡ് സ്വീറ്റ് റെഡിയാക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഓറിയോയുടെ മാവ് 2 പോർഷൻ ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു പോർഷൻ ഞാൻ വേറൊരു സ്വീറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ട് നമ്മൾക്ക് ഈ ഓറിയോ സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഈ ഓറിയോ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ സ്വീറ്റ് ബോക്സിൻ്റെ മോൾഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഓറിയോ ഫ്ലേവേർഡ് കോക്കനട്ട് സ്വീറ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതും ഇതുപോലെ തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ആദ്യം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം നമ്മൾക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഷേപ്പ് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ മാവ് എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് ഷേപ്പ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പെർഫെക്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഓറിയോയുടെ മാവ് കൊണ്ടും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നല്ലൊരു ചോക്ലേറ്റി ടെക്സ്ചറാണ് ഈ ഒരു സ്വീറ്റിന്, ഈ ഒരു ഓറിയോ ഫ്ലേവേർഡ് സ്വീറ്റിന്. അപ്പോൾ നമ്മളുടെ ഓറിയോ ഫ്ലേവേർഡ് കോക്കനട്ട് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾക്ക് ഇതുപോലെ ട്രേയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള അടുത്ത സ്വീറ്റ് നോക്കാം എങ്ങനെയെന്ന്. അപ്പോൾ ഇതിപ്പോൾ പിങ്ക് കളറും അതുപോലെ നമ്മൾ ഓറിയോ ചേർത്തിട്ടുള്ള മാവും കൂടി ചേർത്തൊരു സ്വീറ്റാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അല്പം ഓയിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കൈ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കണമെങ്കിൽ മാത്രം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അല്പം ഓറിയോയുടെ മാവിൽ നിന്ന് അല്പം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതുപോലെ ഈ ഓറിയോയുടെ നമ്മളിപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് റോൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മളതിൽ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമും കൂടി ചേർത്തിട്ടാണ് നമ്മളത് ഓറിയോ പൊടിച്ചെടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ പിങ്ക് കളറുടെ അത്ര സ്മൂത്ത് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടി കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്വീറ്റ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഈ ഒരു സ്വീറ്റിൻ്റെ രീതിയിൽ എടുക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ഇതിൽ അല്പം കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ടി വരും. ഇത് ഈ ഓറിയോ കളേർഡ് നമ്മൾ ചേർക്കുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു 2 മാവിലും അല്പം കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഒന്നുകൂടി സ്മൂത്ത് ആക്കി എടുക്കേണ്ടി വരും. അപ്പോൾ രണ്ടും കൂടി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്വീറ്റായി കിട്ടും. ഞാനിപ്പോൾ നമ്മളുടെ ബാക്കി എല്ലാ സ്വീറ്റ്സും ചെറിയ ചെറിയ സ്വീറ്റ്സ് അല്ലേ, സൈസ് ചെറുതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിക്കാം. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഒരു സ്വീറ്റായിട്ട് അങ്ങനെയും വെക്കാം. ഞാനിപ്പോൾ ഒന്നുകൂടെ ചെറുതാക്കി എടുക്കുവാണ്. അതായത് ഓറിയോയുടെയും പിങ്കും കൂടി ചേർത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. കയ്യിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം റോൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വീറ്റാണ് നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചത് ഈ ഒരു സ്വീറ്റാണ്. ഈ ഒരു ഇത്രയും വലിയ സൈസ് ഉള്ളതാണ്. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കുവാണ്. നമ്മളിപ്പോൾ ബാക്കി എല്ലാതും ഒരേ ചെറിയ സൈസുള്ള സ്വീറ്റ്സ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ചെറുതാക്കി കൊടുക്കുവാണ്. ഇപ്പോൾ കാണാനും ഭംഗി ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വലിയ സൈസാക്കി എടുക്കും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ സൈസാക്കിയിട്ട് എടുക്കാം. പിന്നെ കയ്യിൽ ഇതുപോലെ ഒട്ടി പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അല്പം ഓയിൽ, വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിലാണ് ചേർക്കേണ്ടത്. ഓയിലൊന്ന് കയ്യിൽ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്താൽ ആ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് കൈ ഒന്ന് ചെറുതായിട്ട് ഓയിൽ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വല്ലാണ്ട് ഡ്രൈ ആയി പോവും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. ഓയിലാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ സ്വീറ്റ്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഇത് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ ഒന്നുകൂടെ ഒന്ന് കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കൈ കൊണ്ട്. എന്നിട്ട് വേണം ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഓരോ സ്വീറ്റ്സും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. എന്നാൽ ആ ഒരു നല്ലൊരു കാണാനും ഭംഗി എല്ലാം ഒരേ സൈസിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ആ ഓറിയോയുടെ ടേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മളുടെ ട്വിസ്റ്റഡ് സ്വീറ്റ്. അപ്പോൾ അത് നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ 4 കളേർഡ് സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മസ്റ്റ് ഒന്നല്ല, വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബദാം വെച്ചിട്ട് 2-3 നമ്മളെ ഈ കോക്കനട്ട് ലഡു അല്ലെങ്കിൽ നമ്മുടെ റാഫെല്ലോ ക്യാൻഡി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഇനി നമ്മളുടെ ഗ്രീൻ കളേർഡ് സ്വീറ്റ് അല്ലെങ്കിൽ പിസ്ത ഫ്ലേവേർഡ് സ്വീറ്റ് ഈ പിസ്ത സ്ലൈസസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ ഞാനിപ്പോൾ ഈ ഓറിയോ സ്വീറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ പേൾ ഡ്രോപ്സ് വെച്ചിട്ടാണ്. ഞാൻ കാണിക്കാം, ഇതുപോലെ ഇരിക്കും. ഇനി ഈ സ്വീറ്റ്സ് നമ്മൾ ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം, എന്നിട്ട് വേണം സെർവ് ചെയ്യാൻ. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി നോക്കുക. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. വെറും 2 ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഐഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട്. താങ്ക്